പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചതോടെ ചില്ലറയല്ല കേരളത്തിലുണ്ടാകാൻ പോകുന്ന നഷ്ടം. വാർഷിക വരുമാനത്തിൽ 600 കോടിയോളം രൂപ വരെ നഷ്ടം പ്രതീക്ഷിക്കുന്നു. പ്രധാന ട്രെയിനുകൾ മൈസൂർ ഡിവിഷനിലേക്ക് മാറും. യാത്ര നീട്ടുന്നതിൽ നിയന്ത്രണാധികാരം നഷ്ടമാകും. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പോർമുഖം കടുപ്പിക്കാനൊരുങ്ങുകയാണ് കേരള എംപിമാർ. തിരുവോണ ദിനത്തിൽ DRM ഓഫീസിന് മുൻപിൽ എംപിമാർ ഉപവസിക്കും. കേന്ദ്ര നടപടിയിലൂടെ കേരളത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് തന്നെ ഇല്ലാതാകുമെന്ന് ET മുഹമ്മദ് ബഷീർ MP പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് അങ്ങോട്ടുള്ള എല്ലാ വിധത്തിലുള്ള പുതിയ സംരംഭങ്ങളും ഇല്ലാതാകും. നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായും ഇല്ലാതാകുന്ന സ്വഭാവത്തിലേക്ക് പോവുകയാണ്. പോർട്ട് കഴിഞ്ഞ അതുപോലെയുള്ള മേഖലയിലെ ട്രാഫിക് മറ്റ് കാര്യങ്ങൾ സംഗതികളൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന മാറ്റങ്ങൾ, ഗതാഗതങ്ങളുടെ സാധ്യത, ഇതും വളരെ വലിയൊരു നഷ്ടമാണ്. എക്കോണമിക്കലായിട്ട് പിന്നെ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദുരൂഹമായൊരു സാഹചര്യത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം നമ്മൾ MP-മാർ ഇന്നലെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ഏതായിരുന്നാലും ശരി, ഈ കാര്യത്തിൽ അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കുന്നതിന് പിന്നിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണ എന്ന് MK രാഘവൻ MP ആരോപിച്ചു. ഡിവിഷൻ വിഭജനത്തിൽ സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചിറകുകളും വെട്ടി എറിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞു വരുമെന്ന് ഭയപ്പെടുന്ന ആളാണ് ഞാൻ. ഈ നടപടിയോട് സുരേഷ് ഗോപി അനുകൂലമാണോ എതിരാണോ? കേരളത്തിലെ BJP ഇതിന് അനുകൂലമാണോ എതിരാണോ? അത് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉത്തരവും അവർ നൽകേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ വന്ന് കേരളത്തിലെ റെയിൽവേ വികസനം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇവിടെ വളർന്നു വരികയാണ്. അതിൻ്റെ ഉത്തരവാദി റെയിൽവേ ബോർഡാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ CPIയും കോൺഗ്രസും രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് BJPയുടെ വാദം. PK കൃഷ്ണദാസിന്റെ വാക്കുകളിലേക്ക്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം മാറിയതിനെ സംബന്ധിച്ച് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഉന്നയിക്കുന്ന ആരോപണം 100% അടിസ്ഥാനരഹിതവും കേവലം രാഷ്ട്രീയ പ്രേരിതവുമാണ്. മംഗലാപുരം പാലക്കാട് ഡിവിഷനോടൊപ്പം ചേർന്നാലും മാറിയാലും റെയിൽവേ വികസന രംഗത്ത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, യാത്രക്കാർക്ക് ഒരു പ്രയാസവും പ്രശ്നവും ഇതുമൂലം ഉണ്ടാകാനും പോകുന്നില്ല. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഈ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള തീരുമാനത്തിൽ വലിയ പ്രതിഷേധമാണോ ഉയരുന്നത്? കേരളത്തിലെ ഇടത് MP-മാരടക്കം, മലബാറിലെ MP-മാരടക്കം വലിയ തോതിൽ ഇക്കാര്യത്തിൽ ആരോപണം ഉയർത്തുന്നു, വിമർശനം ഉയർത്തുന്നു. ഈ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് ഏതു തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ അടക്കം തീരുമാനം? എങ്ങനെയാണ് BJP വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്? പ്രസാദ്. അരുണ്യ, പാലക്കാട് ഡിവിഷനിലെ മംഗലാപുരം മേഖലയെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് ലഭിക്കുന്നത് ഈ മംഗലാപുരം മേഖലയിൽ നിന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരുമാനം തന്നെയാണ്. പ്രതിവർഷം 600 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ മേഖലയിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുള്ളത്. ചരക്ക് നീക്കത്തിലൂടെ മാത്രം ലഭിച്ചിട്ടുള്ളത് 600 കോടി രൂപയാണ്. യാത്രാ ചെലവിനത്തിലാണെങ്കിൽ 935 കോടി രൂപയുടെ വരുമാനത്തിൽ 100 കോടിയിലേറെ രൂപ അവിടെ മംഗലാപുരത്ത് നിന്ന് മാത്രം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇപ്പോൾ മൈസൂർ ഡിവിഷനിലേക്ക് ഈ മേഖല കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇത് പാലക്കാട് ഡിവിഷന്റെ വരുമാന നഷ്ടം വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ യാത്രാക്കൂലി ഇനത്തിലും വലിയ തോതിലുള്ള കുറവ് പാലക്കാട് ഡിവിഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പ്രധാന വരുമാനം ഈ ടിക്കറ്റ് നിരക്കിലൂടെ മാത്രം ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കഞ്ചിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വളരെ കുറച്ച് മാത്രമാണ് ചരക്ക് നീക്കം നടക്കുന്നത്. അപ്പോൾ ചരക്ക് ഗതാഗതത്തെ ഇത് പ്രതിസന്ധിയിലാക്കുന്നു. അതോടൊപ്പം ഇനി
കൂടുതൽ വികസനം പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായും റെയിൽവേയിൽ നിന്നും കൂടുതൽ ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കുറയുമെന്നൊരു ആശങ്ക ആണ് ആളുകളൊക്കെ പങ്കുവെക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിലും ഇടതു പാർട്ടികളാണെങ്കിലും വലിയ തോതിലുള്ള പ്രതിഷേധവും സമരവും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എംപിമാർ തിരുവോണ ദിവസം പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ അവരുടെ ഉപവാസ സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ BJP പറയുന്നത് ഇങ്ങനെ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഈ വേർപ്പെടുത്തിയത് കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള നഷ്ടം യാത്രക്കാർക്കോ പൊതുജനങ്ങൾക്കോ ഉണ്ടാകുന്നില്ല, ട്രെയിനുകൾ വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ അവസരങ്ങൾ ഇല്ലാതെ ആവുകയോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വികസനത്തെ അത് ബാധിക്കില്ല എന്നവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പക്ഷേ ഉയർന്നു വരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഒരു ഡിവിഷനിൽ അവരുടെ വരുമാനം പ്രധാനമായും കുറയുന്ന സാഹചര്യത്തിൽ ആ ഡിവിഷനെ വേണമെങ്കിൽ മറ്റൊരു ഡിവിഷനുമായി കൂട്ടിച്ചേർക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ഡിവിഷനും പാലക്കാട് ഡിവിഷനുമാണുള്ളത്. പാലക്കാട് ഡിവിഷനെ നേരത്തെ കേരള ഡിവിഷൻ എന്ന ഒരു ഒറ്റ ഡിവിഷൻ, കേരളത്തിൽ ഒന്നാകെ ഒരു ഡിവിഷൻ എന്നൊരു ആശയം നേരത്തെ തന്നെ വളരെ സജീവമായി നിന്നിരുന്നു. മംഗലാപുരം മേഖലയെ തന്നെ വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ചർച്ചകൾ നേരത്തെ നടന്നതാണ്. അത് വലിയ പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിച്ച് നിർത്തിയതാണ്. അങ്ങനെയാണ് എംപിമാരോ അല്ലെങ്കിൽ ഒന്നും തന്നെ അറിയാതെ വളരെ പെട്ടെന്നൊരു ഉത്തരവിറങ്ങുകയും ഇങ്ങനെ മംഗലാപുരം മേഖലയെ മാറ്റി എന്നത് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാകും. എംപിമാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. സംസ്ഥാന സർക്കാരാണെങ്കിലും ഇക്കാര്യത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പിൻവലിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.